തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കേരള എക്സ്പ്രസിൽ നിന്ന് പകുതി പുറത്തിട്ട അയാള് പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിൾ എന്നെ പിടിച്ച് മേളിലോട്ട് കയറ്റിയത്. അപ്പൊ എന്തെങ്കിലും അന്നേരം അയാൾ കമ്പാർട്ട്മെന്റിൽ തുടരുകയാണല്ലോ, എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരെല്ലാം ഇയാളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശല്യം സ്റ്റേഷൻ കറക്റ്റാ പറയാൻ എനിക്ക് അറിയത്തില്ല. എത്ര മണിക്കൂറുകൂടിയാണ് അതൊന്നും എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു. മദ്യലഹരിയിലായിരുന്ന പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറാണ് യുവതിയെ തള്ളിയിട്ടത്. യുവതിക്കൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നേരത്തെ തന്നെ, അതായത് ആലുവയിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ ട്രെയിനിൽ കയറിയത്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു വരികയായിരുന്നു. വർക്കല സ്റ്റേഷൻ വിട്ട ശേഷമാണ് ഈ പ്രതി, അതായത് ട്രെയിനിൽ നിന്ന് മദ്യലഹരിയിലായിരുന്ന പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ പെൺകുട്ടികളെ ആക്രമിച്ചത്. ബാത്റൂമിൽ നിന്ന്, ട്രെയിനിലെ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന പെൺകുട്ടിയെ നടുവിനെ ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, എന്താണ് സംഭവിച്ചത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്? കൂടെയുണ്ടായിരുന്ന, അതായത് അപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. അവരെന്താണ് പറയുന്നത്? തീർച്ചയായും വിനിഷ, അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്ന യുവതി കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇയാൾ മദ്യപിച്ച് തന്നെയായിരുന്നു എത്തിയിരുന്നത്. ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു, നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. നടുവിന് തള്ളിയിട്ട് വീഴ്ത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു യുവതി പറയുന്നത്. യുവതിയുടെ പേര് ഐശ്വര്യ എന്നതാണ്. ഇരുവരും ഒരുമിച്ചായിരുന്നു ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നത്. ഗീത എന്ന യുവതിയാണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇപ്പോൾ പ്രതിയെ ഉടൻ തന്നെ റെയിൽവേ പോലീസ് പിടികൂടിയിരുന്നു. തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പ്രതി. ഈ പ്രതിയെ പോലീസ് ഉടൻ തന്നെ പിടികൂടുകയും ഇപ്പോൾ മെഡിക്കൽ, അതായത് വൈദ്യ പരിശോധനയ്ക്കായി ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് കൂടെയുണ്ടായിരുന്ന യുവതിയും ഇവിടെ തന്നെയാണ് ഉള്ളത്. പ്രതിയുടെ മെഡിക്കലും എടുത്തതിന് ശേഷം ഇവരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, അതായത് ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ച ഒരാൾ കയറുകയും കമ്പാർട്ട്മെന്റിനകത്ത് നിന്ന് ശല്യപ്പെടുത്തുകയും നടുവിന് തള്ളിയിട്ട് പുറത്തേക്ക് വീഴ്ത്തുന്ന ഒരു സ്ഥിതിയും, വീഴലിൽ ഗുരുതരമായ പരിക്ക് ഈ യുവതിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ യുവതി ഗീത എന്ന പേരുള്ള ആ യുവതി ഇപ്പോൾ ചികിത്സയിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു യുവതി, അതായത് കൂടെ ഉണ്ടായിരുന്ന യുവതി പറയുന്നത് പോലെ ഇയാൾ മദ്യപിച്ചു എന്ന് തന്നെയാണ്. മദ്യപിച്ച് ഇത്തരത്തിലൊരു പ്രകോപനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശല്യം സൃഷ്ടിച്ച് അങ്ങനെയാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത്. അത് തീർച്ചയായും ഒരു രീതിയിലുള്ള പ്രവണത അല്ലെങ്കിൽ മദ്യപിച്ച് ഉണ്ടായ ഒരു അക്രമം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ പ്രാഥമികമായി ഉള്ളത്. എന്നാൽ ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് പ്രതി പറയുന്നത് താൻ മദ്യപിച്ചിട്ടില്ല, താനല്ല ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നതാണ് പ്രതി ആവർത്തിക്കുന്നത്. സുരേഷ് എന്നാണ് പേര്, പനച്ചമൂട് സ്വദേശിയാണ്. സുരേഷ് എന്നതാണ് പേര്. ഇയാളുടെ മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അതിനായുള്ള എല്ലാ പരിശോധനയും നടത്തി വരികയാണ്. നിലവിൽ ഫോർട്ട് ആശുപത്രിയിലാണ് പ്രതി ഉള്ളത്. പ്രതിയുടെ മെഡിക്കൽ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവതിയും ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ, ആ യുവതിയെ തള്ളിയിട്ടതിന് പിന്നാലെ ഈ ഐശ്വര്യ എന്നു പേരുള്ള ഈ യുവതിയെയും തള്ളിയിടാൻ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ പ്രതി കാണിച്ചു എന്നും ഈ യുവതി ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ എന്താണ് വിശദമായ കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവതി പറയുന്നതനുസരിച്ച് ഇയാൾ മദ്യപിച്ച് ട്രെയിനിൽ എത്തിയ ഇയാൾ മദ്യപിച്ച് ഈ ലഹരിയിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം സൃഷ്ടിക്കുകയായിരുന്നു. യുവതിയെ നടുവിന് തള്ളിയിട്ട് പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഖത്തും നെറ്റിയിലും ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാണ്, കേരള എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നതായിരുന്നു പുറത്തു വന്ന വിവരം. എന്നാൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ
തീർച്ചയായും യാത്രക്കാർക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ ഒരാൾ കാരണം അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് തീർച്ചയായും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ യുവതിയുടെ ആരോഗ്യനില എത്രത്തോളം എത്തി എന്നതും അറിയേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ റെയിൽവേ പോലീസ് പെട്ടെന്ന് തന്നെ കൊച്ചുവേളിയിൽ വെച്ച ഈ പ്രതിയെ പിടികൂടുന്നതും നിലവിൽ ബാക്കിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നതും. വിനിഷ.